അങ്ങനെ നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി സ്ഥിരവും സ്വതന്ത്രവുമായ ഒരു സ്ഥാപനം രൂപീകരിക്കുകയുണ്ടായി. അതിനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയുടെ 15-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ എന്നിങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം നടത്തിപ്പിനായി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 320 നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം എന്നത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ്. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക. അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. 1950 ജനുവരി 25-നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2011 മുതൽ ഈ ഒരു ജനുവരി 25 എന്നത് ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു പോന്നു. ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. ഇനി നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. 1989 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. അതായത് ഒരാൾ മാത്രമായിരുന്നു അതിൽ അംഗമായിട്ടുള്ളത്. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ബഹു അംഗ സമിതിയാക്കുക എന്ന ലക്ഷ്യത്തോടെ 1989 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ കൂടി അതിലേക്ക് നിയമിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും ഒരു ഏകാംഗ കമ്മീഷനായി പുനഃക്രമീകരിച്ചു. അങ്ങനെ പിന്നീട് 1993-ലാണ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ നിയമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും ഒരു ബഹുഅംഗ സമിതിയാക്കി മാറ്റിയത്. അന്നു മുതൽ ഇതൊരു ബഹുഅംഗ കമ്മീഷനായി തന്നെ തുടർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും. അതുകൂടാതെ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. എന്നാൽ കാലാകാലങ്ങളിൽ ഉൾപ്പെടുത്തുന്ന മറ്റു ഇലക്ഷൻ കമ്മീഷണർമാരുടെ അംഗസംഖ്യ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും. ഇതിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷന്മാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായി വരിക. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെക്കാൾ കൂടുതൽ അധികാരങ്ങളൊന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. അതായത് ഒരു കൂട്ടായ സമിതി എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു കമ്മീഷന്മാർക്കും തുല്യ അധികാരമായിരിക്കും ഉണ്ടായിരിക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു കമ്മീഷണർമാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ കമ്മീഷനിലെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടിയും റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കാവുന്നതാണ്. അതായത് ആവശ്യമെന്ന് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടി ആലോചിച്ചുകൊണ്ട് പ്രസിഡന്റിന് ഈ ഒരു റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കാവുന്നതാണ്. ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെയും റീജിയണൽ കമ്മീഷണർമാരുടെയും സേവനത്തിന്റെയും കാലാവധിയുടെയും വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതും പ്രസിഡന്റ് തന്നെയായിരിക്കും. അധികാരങ്ങളിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ശമ്പളത്തിലും അലവൻസിലും യാതൊരുവിധ വ്യത്യാസവുമില്ല. അതായത് ഇലക്ഷൻ കമ്മീഷനിലെ 3 അംഗങ്ങൾക്കും തുല്യ ശമ്പളവും അലവൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി എന്നത് 6 വർഷം അഥവാ 65 വയസ്സ് വരെ ആയിരിക്കും. ഇനി ഏതെങ്കിലും കാരണത്താൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അധികാരം പ്രസിഡന്റിന് മാത്രമാണ്. അതായത് സുപ്രീം കോടതി ജഡ്ജിനെ നീക്കുന്ന അതേ നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടായിരിക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശുപാർശയില്ലാതെ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയോ റീജിയണൽ കമ്മീഷണറെയോ നീക്കം ചെയ്യുവാനും സാധിക്കുകയില്ല. ചില കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വേണ്ട വിധത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. വിരമിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർമാരെ സർക്കാരിന്റെ തുടർന്നുള്ള നിയമനങ്ങളിൽ നിന്നും ഭരണഘടന ഒട്ട് വിലക്കിയിട്ടുമില്ല. അപ്പോൾ ഭരണഘടനാപരമായി ഇത്തരം ചില കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും മനസ്സിലാക്കാം. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 3 തരം അധികാരങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. 1 അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ, 2 അഡ്വൈസറി അധികാരങ്ങൾ, 3 ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങൾ. ഇതുവരെ വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ മേൽനോട്ടം വഹിച്ചിരുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകൾ പട്ടികയിൽ ഉണ്ടാകാതിരിക്കുക, അനർഹരുടെ പേരുകളും നിലവിലില്ലാത്തവരുടെ പേരുകളും കടന്നുകൂടുക തുടങ്ങിയ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്നത് ഇവരുടെ പ്രധാന ചുമതലകളിൽ ഒന്നാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്നത് ഇവര് തന്നെയാണ്.
അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട തീയതി, പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി, സൂക്ഷ്മ പരിശോധനാ തീയതി, പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി, തെരഞ്ഞെടുപ്പ് തീയതി, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം തന്നെ ഇവരുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നവയാണ്. സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലും തീരുമാനമെടുക്കുവാനുള്ള അധികാരം ഇവർക്കുണ്ട്. രാജ്യത്തോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാവുകയും മുൻപ് പറഞ്ഞതുപോലെ സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമല്ലാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനോ അത് റദ്ദാക്കുവാനോ ഉള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഒരു പ്രത്യേക മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പ് അല്ലെങ്കിൽ റീപോൾ ആവശ്യമായി വന്നാൽ അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കമ്മീഷന് സാധിക്കും. സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടല്ല വോട്ടെണ്ണൽ നടന്നതെന്ന് കമ്മീഷന് ബോധ്യമാവുകയാണെങ്കിൽ വീണ്ടും വോട്ടെണ്ണൽ അതായത് റീകൗണ്ട് പ്രഖ്യാപിക്കുവാനുള്ള അധികാരവും കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും അവർക്ക് ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിച്ച് നൽകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വേളയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് നൽകുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ മേൽ പൂർണ്ണ നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുവാനും അവരുടെ സ്ഥലം മാറ്റം റദ്ദാക്കുവാനും രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുവാനും കമ്മീഷന് സാധിക്കും. പാർലമെന്റിന്റെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്നത് ഇവരാണ്. തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിനായുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടവും ഇവർ തന്നെയാണ് നിർണ്ണയിക്കുന്നത്. ഇവർ തെരഞ്ഞെടുപ്പ് കാലത്ത് റേഡിയോയിലൂടെയും ടിവിയിലൂടെയും രാഷ്ട്രീയ പാർട്ടികളുടെ നയവിശദീകരണം നൽകാറുണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുടെ കാര്യത്തിൽ പ്രസിഡന്റിനെ ഉപദേശിക്കുവാനുള്ള അധികാരവും സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണറെ ഉപദേശിക്കുവാനും പ്രസിഡന്റ് ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള ഘട്ടങ്ങളിലോ തെരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിനെ ഉപദേശിക്കുവാനുള്ള അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. വോട്ടവകാശം ഒരു നിയമാവകാശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആർട്ടിക്കിൾ 329 പ്രകാരം തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതി ഇടപെടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുന്നത്. പോളിംഗ് അവസാനിക്കുന്നതിനും 48 മണിക്കൂർ മുമ്പ് പ്രചരണം അവസാനിപ്പിച്ചിരിക്കണം. ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് വോട്ടിംഗ് പ്രായം എന്നത് പണ്ട് 21 വയസ്സായിരുന്നു. പിന്നീട് അത് 18 വയസ്സായി കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് 1989 ഭരണഘടനയുടെ 61ാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത്. അന്ന് രാജീവ് ഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർമാരെ കുറിച്ച് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇദ്ദേഹം നേപ്പാളിന്റെയും സുഡാന്റെയും ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കൂടിയായിരുന്നു. 1990 VS രമാദേവി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റതോടുകൂടി ആദ്യ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന ബഹുമതി രമാദേവി സ്വന്തമാക്കുകയുണ്ടായി. 1990 മുതൽ 1996 വരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതല നിർവഹിച്ചത് ഒരു മലയാളിയായിരുന്നു, TN ശേഷൻ. അദ്ദേഹമായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റ ആദ്യ മലയാളി. കല്യാൺ സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതല വഹിച്ചത്. അതായത് 1958 മുതൽ 1967 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടം. VS രമാദേവി ആദ്യ വനിതാ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ രമാദേവി തന്നെയാണ് ഏറ്റവും കുറഞ്ഞ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതല വഹിച്ചിട്ടുള്ളത്. പല കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പല വെല്ലുവിളികളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതായത് 1991 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇലക്ഷൻ പ്രോസസ് പാതി വരി നിർത്തിവെക്കേണ്ടതായി വന്നു. അതുപോലെ തന്നെ 2002 ഗുജറാത്തിലെ അനിയന്ത്രിതമായ ആക്രമണം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസം നീട്ടിവെക്കേണ്ടതായി വന്നു. ആസാം, പഞ്ചാബ്, ജമ്മു കാശ്മീർ തുടങ്ങിയ ഭീകരവിരുദ്ധ സാന്നിധ്യമുള്ള മേഖലകളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്ന സാഹചര്യവും വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു. നോട്ട എന്നൊരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്യും, അല്ലെ? അതായത് വോട്ടിംഗ് മെഷീനിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേര് എവിടെയാണോ ഉള്ളത് അതിന് നേർക്കുള്ള ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യും, അല്ലെ? എന്നാൽ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയോടും യാതൊരുവിധ താല്പര്യവും ഇല്ല എങ്കിൽ അവിടെയും നമുക്ക് വോട്ട് ചെയ്യുവാനുള്ള ഒരു അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോട്ട എന്ന് പറയുന്നത്. നോട്ടയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ നൺ ഓഫ് ദി എബോവ് എന്നാണ്. അതായത് ഒരു സ്ഥാനാർത്ഥിയോട് നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ് നോട്ടയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. നോട്ടയ്ക്കായി ഒരു പ്രത്യേക ബട്ടൺ നമുക്ക് വോട്ടിംഗ് മെഷീനിൽ കാണാൻ സാധിക്കും. അതായത് സ്ഥാനാർത്ഥികളുടെ എല്ലാം പേരിന് ശേഷം അവസാനത്തെ ബട്ടൺ ആയിരിക്കും നോട്ടയുടേത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് നോട്ടയ്ക്കാണ്. എന്നാൽ ഇന്ത്യയിൽ അത് സാധുവായി കണക്കാക്കാറില്ല എന്നതാണ് സത്യം. പകരം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക. നോട്ട ആദ്യമായി നടപ്പാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. ബംഗ്ലാദേശാണ് നോട്ട എന്നൊരു സംഗതി ആദ്യമായി കൊണ്ടുവന്ന ഏഷ്യൻ രാജ്യം.
അങ്ങനെ നോട്ട നിലവിൽ വന്ന 14ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് ഇന്ത്യയിൽ നോട്ട അഥവാ നിഷേധ വോട്ട് നിലവിൽ വരുന്നതിന് കാരണമായി തീർന്ന സംഘടന. 1976 ജയപ്രകാശ് നാരായണനായിരുന്നു ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. തുടക്കത്തിൽ നോട്ട ബട്ടന്റെ നിറം പിങ്ക് ആയിരുന്നുവെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ മുതൽ ബട്ടന്റെ നിറം വെള്ളയാക്കി മാറ്റി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ കേരളത്തിൽ 2014 ഇലക്ഷനിൽ മലപ്പുറം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂഡൽഹിയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി നോട്ട നടപ്പാക്കിയത്. 2013 സെപ്റ്റംബർ 27 നോട്ട് നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി വന്നത്. അങ്ങനെ 2013 ഒക്ടോബർ 11 നോട്ട ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. 2015 സെപ്റ്റംബർ 18 മുതലാണ് നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത്. VVPAT എന്ന് കേട്ടിട്ടുണ്ടോ? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം താൻ രേഖപ്പെടുത്തിയ വോട്ട് താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ലഭിച്ചതെന്ന് അറിയുവാൻ സമ്മതിദായകന് അത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി പ്രിന്റ് ഔട്ട് ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ പ്രിന്റ് ഔട്ട് നൽകുന്ന സംവിധാനത്തെയാണ് നമ്മൾ VVPAT എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് ഒരിക്കലും സമ്മതിദായകന് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ആദ്യമായി VVPAT ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത് നാഗാലാൻഡിലായിരുന്നു. 2013 നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലായിരുന്നു ഇത് നടപ്പാക്കിയത്. 2017 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും VVPAT ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഗോവ അന്ന് ചരിത്രം കുറിക്കുകയുണ്ടായി. ഗോവയ്ക്ക് ശേഷം ഹിമാചൽ പ്രദേശാണ് ഇത്തരത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും VVPAT ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയത്. 2016 കേരളത്തിൽ ആദ്യമായി VVPAT നടപ്പാക്കിയത്. അന്ന് കേരളത്തിലെ 12 നിയോജക മണ്ഡലങ്ങളിലായിരുന്നു VVPAT നടപ്പിലാക്കിയത്. ഇനി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഓഫീസർമാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ അഥവാ DEO. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മേൽനോട്ടത്തിനും നിർദ്ദേശത്തിനും നിയന്ത്രണത്തിനും വിധേയമായി ഒരു ജില്ലയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ DEO അഥവാ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന് വിളിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കാറാണ് പതിവ്. അടുത്തത് റിട്ടേണിംഗ് ഓഫീസർ അഥവാ RO ആണ്. ഒരു പാർലമെന്ററി അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ ബന്ധപ്പെട്ട പാർലമെന്ററി അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശവുമായി കൂടിയാലോചിച്ച് ഓരോ അസംബ്ലി പാർലമെന്റ് മണ്ഡലങ്ങൾക്കും റിട്ടേണിംഗ് ഓഫീസറായി സർക്കാരിന്റെയോ പ്രാദേശിക അതോറിറ്റിയുടെയോ ഒരു ഉദ്യോഗസ്ഥനെ നാമനിർദ്ദേശം ചെയ്യുകയോ നിയമിക്കുകയോ ആണ് ചെയ്യുന്നത്. അങ്ങനെ നിയമിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒന്നോ അതിലധികമോ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കാറുണ്ട്. അടുത്തത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ERO. ഒരു പാർലമെന്ററി അഥവാ അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണുള്ളത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരുമായോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായോ കൂടിയാലോചിച്ച് ഒരു ഉദ്യോഗസ്ഥനെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായി നിയമിക്കാറാണ് പതിവ്. ഇവിടെയും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒന്നോ അതിലധികമോ അസിസ്റ്റന്റ് ഇലക്ട്രൽ ഓഫീസർമാരെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കാറുണ്ട്. അവസാനമായി പ്രിസൈഡിംഗ് ഓഫീസറാണ്. പോളിംഗ് ഓഫീസർമാരുടെ സഹായത്തോടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ടെടുപ്പ് നടത്തുന്നത്. അതായത് പോളിംഗ് ബൂത്തിന്റെ ചുമതല വഹിക്കുന്നത് ഇദ്ദേഹമായിരിക്കും. പ്രിസൈഡിംഗ് ഓഫീസർമാരെയും പോളിംഗ് ഓഫീസർമാരെയും നിയമിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരിക്കും. എന്നാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും ഇത്തരം നിയമനങ്ങൾ നടത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്നും അവരുടെ ചുമതലകളും അധികാരങ്ങളും എന്താണെന്നും അവരെ സംബന്ധിക്കുന്ന മറ്റ് പ്രധാന വിവരങ്ങളും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ